കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലിയോ പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. എനിക്ക് സുവിശേഷമാണ് പ്രധാനം, ട്രംപ്. ലിയോ 14 പാപ്പയുടെ സഹോദരന്റെ വസതിക്ക് നേരെ ബോംബ് ഭീഷണി. ലിയോ പാപ്പയ്ക്കായി പെറുവിൽ ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. ലോഗോസ് ക്വിസ് രജത ജൂബിലി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ലിയോ പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. ഏപ്രിൽ 13 ആരംഭിച്ച ലിയോ 14 പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. ഇക്വറ്റോറിയൽ ഗിനിയാണ് ആഫ്രിക്കൻ യാത്രയുടെ അവസാന സ്റ്റോപ്പ്. മലാബോ, ബാറ്റ തുടങ്ങിയവയാണ് ഇക്വറ്റോറിയൽ ഗിനിയയിലെ പ്രധാന സന്ദർശന കേന്ദ്രങ്ങൾ. സൈക്യാട്രിക് ഹോസ്പിറ്റൽ, ജയിൽ തുടങ്ങിയവ പാപ്പ സന്ദർശിക്കും. മലാബോ സ്റ്റേഡിയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെ പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനം പൂർത്തിയാകും. ഏപ്രിൽ 21 പാപ്പ ഇക്വറ്റോറിയൽ ഗിനിയയിൽ എത്തുന്നത്. ഏപ്രിൽ 23 പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങുന്നത്. ഇക്വറ്റോറിയൽ ഗിനിയയിൽ എത്തുന്ന രണ്ടാമത്തെ പാപ്പയാണ് ലിയോ 14. 1982 ജോൺ പോൾ II പാപ്പ ഇവിടെ എത്തിയിരുന്നു. അൾജീരിയ, ക്യാമറൂൺ, അങ്കോള എന്നിവയാണ് പാപ്പ സന്ദർശിച്ച മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. ലിയോ 14 പാപ്പയുടെ മൂന്നാമത്തേതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ പര്യടനമായിരുന്നു ആഫ്രിക്കൻ യാത്ര. എനിക്ക് സുവിശേഷമാണ് പ്രധാനം, ട്രംപ്. തനിക്ക് സുവിശേഷമാണ് പ്രധാനമെന്നും താൻ പാപ്പയ്ക്ക് എതിരല്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലിയോ 14 പാപ്പയ്ക്കെതിരെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ട്രംപ് ലോകവ്യാപകമായി കടുത്ത വിമർശനം നേരിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് താൻ പാപ്പയ്ക്ക് എതിരല്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാരണവശാലും പാപ്പയ്ക്കെതിരല്ല. ഇറാനിന് ആണവായുധം ആകാം എന്ന നിലയിലുള്ള പ്രസ്താവനയാണ് പാപ്പ നടത്തിയത്. ഞാനാവട്ടെ ഇറാന് ആണവായുധം പാടില്ലെന്ന നിലപാടിലും. എനിക്ക് സുവിശേഷമാണ് പ്രധാനം, ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലിയോ 14 പാപ്പയുടെ സഹോദരന്റെ വസതിക്ക് നേരെ ബോംബ് ഭീഷണി. ലിയോ 14 പാപ്പയുടെ സഹോദരന്റെ വസതിക്ക് നേരെ ബോംബ് ഭീഷണി. ലിയോ 14 പാപ്പയുടെ സഹോദരൻ ജോൺ പ്രിവോസ്റ്റിന്റെ വസതിക്ക് നേരെ ബോംബ് ഭീഷണി. ഷിക്കാഗോയിലാണ് പാപ്പയുടെ സഹോദരൻ താമസിക്കുന്നത്. വിവരം ലഭിച്ചയുടനെ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തുകയും സമീപവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അന്വേഷണത്തിൽ സഹായിക്കാൻ വിൽ കൗണ്ടി ഷെരീഫ് ഓഫീസ് എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ K9 ഉൾപ്പെടെയുള്ള പ്രത്യേക യൂണിറ്റുകളും ഉണ്ടായിരുന്നു. വസതിയിലും ചുറ്റുമുള്ള സ്ഥലത്തും സമഗ്രമായ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി യാതൊന്നും കണ്ടെത്തിയില്ല. റിട്ടയർഡ് സ്കൂൾ പ്രിൻസിപ്പലാണ് ജോൺ പ്രിവോസ്റ്റ്. ഷിക്കാഗോ അതിരൂപതയിൽ 35 വർഷം അദ്ദേഹം സേവനം ചെയ്തിരുന്നു. ലിയോ പാപ്പയ്ക്കായി പെറുവിൽ ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. ലിയോ 14 പാപ്പയ്ക്ക് വേണ്ടി പെറുവിലെ മെത്രാൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. ഏപ്രിൽ 19 ഞായറാഴ്ചയായിരുന്നു പ്രാർത്ഥനാ ദിനം. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക വിഷയത്തിൽ സമാധാനത്തിനു വേണ്ടി ലിയോ പാപ്പ നടത്തിയ പ്രസ്താവനകളുടെയും ട്രംപിന്റെ പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പ്രാർത്ഥനാ ദിനം. വടക്കൻ പെറുവിലെ ഷിക്ലായോ രൂപതയുടെ മെത്രാനായും കലാബോയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായും ലിയോ 14 മുൻപ് സേവനം അനുഷ്ഠിച്ചിരുന്നു. ലോഗോസ് ക്വിസ് രജത ജൂബിലി ആഘോഷിച്ചു. ലോഗോസ് ക്വിസിന്റെ രജത ജൂബിലി പാലാരിവട്ടം POCയിൽ ആഘോഷിച്ചു. KCBC ബൈബിൾ സൊസൈറ്റി മുൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. 25 വർഷവും ലോഗോസ് ക്വിസ് പരീക്ഷയിൽ പങ്കെടുത്ത 138 പേരെയും ഇക്കാലയളവിൽ ക്വിസിന്റെ വിജയത്തിനായി പ്രയത്നിച്ച 88 പേരെയും മുൻ ലോഗോസ് പ്രതിഭകളെയും ബൈബിൾ സൊസൈറ്റി അംഗങ്ങളെയും ആദരിച്ചു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.